സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കിനെതിരെ നടത്തുന്ന അന്വേഷണത്തിൽ ചില പ്രത്യേകതരം ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വാർത്താമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഇപ്പോൾ ഇലക്ഷൻ ന്യൂസിന് പിറകെ പായുന്നതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട ഒരു വാർത്താ പ്രാധാന്യം ലഭിച്ചിട്ടില്ല എന്ന് മാത്രം. വീണ വിജയന്റെ കമ്പനിക്കെതിരെയുള്ള SFIO അന്വേഷണത്തിലെ പുതിയ ഡെവലപ്മെൻറ്റുകൾ എന്തൊക്കെയാണ്? RR ടോക്സിന് കൈകാര്യം ചെയ്യുന്ന വിഷയം അതാണ്. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പിണറായി വിജയനെ കാണാത്തത് മനഃപൂർവ്വമുള്ള തീരുമാനമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. SFIOയുടെ അന്വേഷണം കൂടുതൽ കുരുക്കുമുറുകുന്ന അവസ്ഥയിലെത്തുമ്പോൾ ഒരുപക്ഷെ പിണറായി വിജയനും മകളും മറുപടി പറയേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് ആഴുമെന്ന് വ്യക്തമായ ധാരണ കൊണ്ട് തന്നെ ആവാം പിണറായി വിജയൻ മനഃപൂർവ്വമോ അല്ലെങ്കിൽ പാർട്ടി തീരുമാനപ്രകാരമോ പ്രചരണ രംഗത്തു നിന്നും മാറി നിൽക്കുന്നത്. എക്സാലോജിക് സൊല്യൂഷൻസും KSIDCയും തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും കേസുകൾ നൽകി ഈ അന്വേഷണത്തെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അന്വേഷണം തുടർന്ന് നടക്കട്ടെ എന്ന നിലപാടാണ് രണ്ട് കോടതികളും സ്വീകരിച്ചത്. ഇത്തരത്തിലുള്ള കോടതി വിധി കിട്ടിയതുകൊണ്ട് തന്നെയാണ് SFIO തങ്ങളുടെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, കോടതി വളരെ പ്രത്യേകമായി KSIDCയോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും മറച്ചു വെക്കാൻ ശ്രമിക്കരുതെന്ന്. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് പറഞ്ഞ കോടതി അന്വേഷണവുമായി നിങ്ങൾ സഹകരിക്കുമ്പോഴാണ് നിങ്ങളുടെ വിശ്വാസ്യത കൂടുന്നതെന്നും പരാമർശിച്ചിട്ടുണ്ട്. അന്വേഷണം വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് KSIDC ആവർത്തിച്ച് പറഞ്ഞെങ്കിലും കോടതി ഇത്തരത്തിലൊരു നിലപാടാണ് എടുത്തത്. ഇവിടെ എന്താണ് ഈ അന്വേഷണത്തിൽ നടക്കുന്ന ചില പുതിയ ഡെവലപ്മെൻറ്റുകൾ? ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം 3 സ്ഥാപനങ്ങൾക്ക് വീണയുടെ എക്സാലോജി കമ്പനിയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ SFIO നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ്. നോട്ടീസ് കിട്ടിയ ചില കമ്പനികൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ട് SFIOയെ അറിയിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. തിരുവനന്തപുരത്തെ പ്രമുഖ മെഡിക്കൽ കോളേജായ കാരക്കോണത്തുള്ള CSI മെഡിക്കൽ കോളേജിനാണ് SFIO അന്വേഷണ ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കുമായി നടത്തിയ ഇടപാടുകളുടെ വിശദാംശങ്ങളാണ് നോട്ടീസിൽ ചോദിച്ചിട്ടുള്ളത്. ഇടപാടുകളുടെ സംബന്ധിച്ച എല്ലാ രേഖകളും ചെന്നൈ ഓഫീസിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട കമ്പനി നിയമപ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് വിശ്വാസയോഗ്യമായ വിവരം ലഭിച്ചിട്ടുള്ളത്. എന്താണ് ഈ നോട്ടീസിൻ്റെ പ്രത്യേകത? ഇത്തരത്തിൽ SFIO നൽകുന്ന ഒരു നോട്ടീസിന് കൃത്യസമയത്തിനുള്ളിൽ നിയമപരമായ മറുപടി നൽകാതിരുന്നാൽ കമ്പനിക്കെതിരെ കർശനമായ നിയമ നടപടി എടുക്കാനുള്ള അവകാശവും അധികാരവും SFIOയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാപന മേധാവി P. തങ്കരാജിന് നേരിട്ട് നൽകിയിട്ടുള്ള ഈ നോട്ടീസിന് കൃത്യമായ മറുപടി കൊടുക്കേണ്ടത് ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. CSI സഭയുടെ കീഴിലുള്ള പ്രമുഖ സ്ഥാപനത്തിനാണ് ഈ നോട്ടീസ് ലഭിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. CSI ഇൻസ്റ്റിറ്റ്യൂഷൻസ്, CSI കോളേജ് ഓഫ് നഴ്സിംഗ്, ഡോക്ടർ സാമുവൽ മെമ്മോറിയൽ, CSI മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ കാരക്കോണം എന്നിവയ്ക്കാണ് നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. P. തങ്കരാജിൻ്റെ പേരിലാണ് SFIO ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതായത് വീണ വിജയൻ്റെ സ്ഥാപനമായ എക്സാലോജിക് സൊല്യൂഷൻസുമായി CSI സഭയുടെ കീഴിലുള്ള ഈ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള ചില സാമ്പത്തിക ഇടപാടുകൾ SFIOയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ രേഖകളാണ് SFIO ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ ഏത് നേച്ചറിലുള്ള അല്ലെങ്കിൽ ഏത് സ്വഭാവമുള്ള ട്രാൻസാക്ഷൻ ആയിരുന്നു, അതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കോപ്പി ഓഫ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കരാറിൻ്റെ കോപ്പികളുണ്ടോ, കരാറിൻ്റെ കോപ്പികളോടൊപ്പം തന്നെ വർക്ക് ഓർഡറിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഇൻവോയ്സുകളുടെ കോപ്പി അല്ലെങ്കിൽ അതരത്തിലുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കുക എന്നാണ്. ഒരു കമ്പനി എന്ന നിലയ്ക്ക് ഒരു സേവനത്തിനല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെ SFIO അന്വേഷിക്കുന്നത്. ഓർക്കണം, കരിമണൽ കമ്പനിക്കെതിരെയും ഇതേ ആരോപണമായിരുന്നു, ഇതേ ചോദ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. CSI ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഈ സ്ഥാപനങ്ങൾ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പ്രധാനപ്പെട്ട ചില കമ്പനികൾക്കും ഇത്തരത്തിൽ നോട്ടീസ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം കൂടിയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എക്സാലോജിക് സൊല്യൂഷൻസ് അനധികൃതമായി പണം കൈപ്പറ്റിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം അടിക്കടി പെരുകുന്നു. ഇത് വെളിവാക്കുന്നത് വീണ വിജയൻ്റെ സ്ഥാപനം നടത്തിയിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളാണ്, അല്ലെങ്കിൽ അനധികൃതമായി അല്ലെങ്കിൽ നിയമാനുസരണമായി അല്ലാതെ കൈപ്പറ്റിയിട്ടുള്ള പണം. ഇത് കോഴയാണോ സംഭാവനയാണോ എന്തെങ്കിലും സർവീസിന് ലഭിച്ചതാണോ എന്ന് നിയമപരമായി തെളിയിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ബാധ്യത ഈ പണം കൊടുത്തിട്ടുള്ള കമ്പനികൾക്കും ഈ പണം കൈപ്പറ്റിയിട്ടുള്ള വീണ വിജയൻ്റെ എക്സാലോജിക്കിനുമാണ്. ഈ കമ്പനി തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ PF പൈസ കൊണ്ടാണെങ്കിലും ഇത്തരത്തിൽ പണം കൈപ്പറ്റുമ്പോൾ കമ്പനി നിയമപ്രകാരമുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടല്ല എങ്കിൽ വീണ വിജയൻ പാടുപെടും. ഇലക്ഷന് മുൻപായാലും ഇലക്ഷന് പിൻപായാലും SFIO അന്വേഷണത്തിൽ നടക്കുന്ന പുരോഗതികൾ അറിയുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാം. ഒരു നാൾ കള്ളൻ പിടിയിൽ തന്നെ, സംശയം വേണ്ട. അത് പിണറായി വിജയനായാലും വീണ വിജയനായാലും RR ടോക്സ് ആയാലും നിങ്ങളായാലും. നന്ദി, നമസ്കാരം. ഇന്നീ കേരളം ഭരിച്ചിടും പിണറായി വിജയനെന്ന സഖാവിനു 100 കോടി അഭിവാദ്യങ്ങൾ. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത പിണറായി വിജയനെന്ന സഖാവ് തന്നെ.